വീണ്ടും വാർത്തകളിലേക്ക്. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 17 മുതൽ 21 വരെ വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 17, 19, 20, 21 തീയതികളിലായിട്ട് ഉപജില്ലയിലെ 93 വിദ്യാലയങ്ങളിലായി നിന്നുള്ള 4500-ലധികം കലാപ്രതിഭകളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 19 സ്റ്റേജുകളിലായിട്ട് 290 ഇനങ്ങളാണ് ഈ കലോത്സവത്തിൽ നടക്കുന്നത്. കലോത്സവത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം 19-ാം തീയതി നാട്ടിക MLA ഗീതാ ഗോപി നിർവഹിക്കും. ചടങ്ങിൽ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മുഖ്യ അതിഥിയായിരിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് കലോത്സവ സന്ദേശം നൽകും. AO T ജയരാജ് ആമുഖ പ്രഭാഷണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ മുഖ്യ പ്രഭാഷണവും നടത്തും. നടൻ ജയരാജ് വാര്യർ വിശിഷ്ടാതിഥിയാകും. ഉദ്ഘാടനത്തിൻ്റെ മുന്നോടിയായി വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമാപന സമ്മേളനം മണലൂർ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്യും. 17-ന് രചനാ മത്സരങ്ങളാണ് നടക്കുക. 18-ന് തൃപ്പയാർ ഏകാദശി ആയതിനാൽ അന്ന് കലോത്സവം ഉണ്ടാകില്ല. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനാകും. 21-ന് വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങ് PA മാധവൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ സമ്മാനദാനം നിർവഹിക്കും. ഉപജില്ലയിലെ 93 സ്കൂളുകളിൽ നിന്നുള്ള 4500-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. 15 വേദികളായി 29 ഇനം മത്സരങ്ങളാണ് നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ്, പ്രിൻസിപ്പാൽ സീന ജോസഫ്, KE ഹുമയൂൺ കബീർ, AN സിദ്ധപ്രസാദ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ദേശീയപാത 17-ൽ എടമുട്ടം പാലപ്പെട്ടിയിലെ കിഴക്കേ വളവിൽ നിയന്ത്രണം തെറ്റിയ മീൻ ലോറി ഇടിച്ചുകയറി വെൽഡിംഗ് കട തകർന്നു. കിഴക്കേ വളവിൽ പണ്ടാരി ജോൺസിന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് മീൻ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെൽഡിംഗ് കട ഇത് 6ാം തവണയാണ് അപകടത്തിൽ തകരുന്നത്. അപകടങ്ങളിൽപ്പെട്ട് കടയിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളും മറ്റും തകരുന്നത് പതിവായിരുന്നു. കിഴക്കേ വളവിൽ അപകടങ്ങൾ പെരുകിയതോടെ വലപ്പാട് ജനമൈത്രി പോലീസും ആക്സ് തൃപ്പയാർ ബ്രാഞ്ചും ചേർന്ന് ഇവിടെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ സിഗ്നൽ ലൈറ്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അപകടത്തിൽ തകരുകയും ചെയ്തിരുന്നു. ഇത് പുനഃസ്ഥാപിച്ചിട്ടില്ല. പെരിഞ്ഞിനത്ത് അമ്മയോടൊപ്പം ബസ്സിൽ കയറുകയായിരുന്ന വിദ്യാർത്ഥിയെ ബസ്സിൽ തള്ളിയിട്ട കേസിൽ ബസ്സിലെ ജീവനക്കാരനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന SN ട്രാൻസ്പോർട്ട് ബസ്സിലെ ജീവനക്കാരനും മതിലകം സ്വദേശിയുമായ കൊല്ലംപറമ്പിൽ കൃഷ്ണാനന്ദൻ എന്ന 56-കാരനെയാണ് SI MK രമേശും സംഘവും അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച 3 മണിയോടെ ദേശീയപാതയിൽ പെരിഞ്ഞനം വടക്കേ ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. ബസ്സിൽ കയറുകയായിരുന്ന പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി നീരജാണ് ജീവനക്കാരന്റെ തള്ളലിൽ നിലത്ത് വീണത്. ബസിന്റെ ഫുട്ബോളിൽ മൂക്ക് കുത്തി വീണ നീരജിന് മൂക്കിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വീണ്ടും പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പുഴയിൽ യുവതിയുടെ ജഡം ചാക്കിൽ കിട്ടിയ നിലയിൽ. KSTA വലപ്പാട് ഉപജില്ലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PN സജീവൻ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ എവുപ്രാസ്യാമയുടെ നാമകരണത്തോടനുബന്ധിച്ച് എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന പള്ളിയിൽ നവദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.